റിലാക്സ് കോഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് യാത്ര പോകുന്നതേ തൃശ്ശൂരിൽ നിന്ന് പറവൂർക്കാണ് കേട്ടോ. നമ്മുടെ കുട്ടിക്കൊമ്പനും കൊണ്ടുപോകണം സഫാരി 3 ലിറ്റർ. അപ്പം അതിൻ്റെ ട്രാവൽ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോണത്. കൂടെ വൈഫുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. ഒരു വളരെ കാലത്തൊരു ആഗ്രഹം തന്നെയാണ് കേട്ടോ ശരിക്ക് ടാറ്റ സഫാരി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ ടാറ്റ സഫാരി വാങ്ങണേക്കണ മുമ്പ് ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷമാണ് ഞാനിത് വാങ്ങിയത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ ടാറ്റ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഇപ്പോൾ എങ്ങനെയാണെന്നുള്ളതും നമുക്ക് പണ്ട് എങ്ങനെയാണെന്നുള്ളതും അറിയാം. അപ്പോൾ ഞാൻ എന്തുകൊണ്ട് 3 ലിറ്റർ എടുത്തു എന്നുള്ളൊരു രീതി കൂടി ഞാൻ ഇതിൽ പറയുന്നുണ്ട്. റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ലിറ്ററിൽ നമുക്ക് വരുന്നത് 407 എഞ്ചിനാണ് വരുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തിട്ട് എടുക്കുക എന്ന് വിചാരിച്ചിട്ടാണ് 3 ലിറ്റർ എടുത്തത്. പക്ഷേ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഇറങ്ങിയിരിക്കുന്ന 2.2 ഡൈക്കൂറുണ്ട്. അപ്പോൾ അതും ഇതും തമ്മിൽ നല്ല ഒരു അന്തരമുണ്ട്. കാരണം എഞ്ചിനിൽ തന്നെ ഈ 3 ലിറ്ററിലാണെങ്കിൽ നമുക്ക് ടൈമിംഗ് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും വരില്ല. കാരണം ഇതിന് ഗിയർ സിസ്റ്റമാണ് വരുന്നത്. അപ്പോൾ ടൈമിംഗ് ബെൽറ്റ് 1 ലക്ഷത്തിൽ മാറണം അങ്ങനത്തെ ഒരു കംപ്ലൈൻസോ കാര്യങ്ങളൊന്നും വരില്ല. ഡീസൽ അടിക്കുക കൂട്ടുക അത്രേ ഉള്ളൂ. അപ്പോൾ ഒരു വൈപ്പിൽ നമുക്ക് കൊണ്ടു കിടക്കാൻ പറ്റും. പണി കുറവാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ്റെനൻസ് പഴക്കത്തിനനുസരിച്ചുള്ള മെയിൻ്റെനൻസ് കുറച്ചൊക്കെ വരും. എന്നാൽ പോലും വണ്ടി ഏത് കുന്നും മലും കയറിപ്പോവും. ഭയങ്കര ടോർക്കാണ്. പിന്നെ ഇത് ശരിക്ക് 407 എഞ്ചിനാണോന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ട്യൂൺ ചെയ്തിട്ടുണ്ട്. ആ എഞ്ചിൻ കുറച്ച് ഒരു റിലയബിളായിട്ടാണ് ഇതിൽ ഇറക്കിയിരിക്കുന്നത്. പിന്നെ സൗണ്ട് 2.2 ലിറ്ററിനേക്കാളും കുറച്ച് കൂടുതലാണ്. പക്ഷേ ക്യാബിൻ സൗണ്ട് കുറയ്ക്കാനുള്ള സെറ്റിങ്സ് ഒക്കെ ഇപ്പോൾ ഇന്നത്തെ കാലത്തൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് അങ്ങനത്തെ വേറെ ഇഷ്യൂസൊന്നും അങ്ങനെ വരാറില്ല. പിന്നെ ഇത് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. ബ്രേക്കിങ് ഫ്രണ്ട് ഡിസ്ക്കാണ് വരുന്നത്. ബാക്ക് ഡ്രമ്മാണ്. പിന്നെ ഞാൻ ഓടിക്കുന്ന സ്റ്റൈൽ നോക്കേണ്ടത് സ്പീഡ് 2x ഇട്ടേക്കാണ് കേട്ടോ. അത് കാരണം കൊണ്ടാണ് കേട്ടോ. നമ്മൾ പതുക്കെയാണ് പോകുന്നത്. ഇപ്പോൾ കൊച്ചിനെയും വൈഫിനെ കൊണ്ടുപോകുന്ന സമയത്ത് നമ്മൾ പതുക്കെയാണ് പോകുന്നത്. വേറെ ഇഷ്യൂസൊന്നുമില്ല. വണ്ടി ഗ്രൗണ്ട് ക്ലിയറൻസ് വേറെ മാരക ഐറ്റം തന്നെയാണ്. അപ്പോൾ ഞാനിത് ആദ്യം നോക്കിയിരുന്നത് 1998 ഈ ടാറ്റ സഫാരി ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ അവിടെ തൊട്ട് നോക്കിയിട്ടുള്ള മോഡലുകൾ ഞാൻ കണ്ടായിരുന്നു. പോയി കണ്ടായിരുന്നു. 2-3 മോഡലുകളൊക്കെ പോയി കണ്ടു. അപ്പോൾ 98 2 ലിറ്ററാണ് താഴെ. അതായത് 2000 cc തികച്ചില്ല. 1900 സംതിങ് ആണ്. അപ്പോൾ ആ cc യിലുള്ള എഞ്ചിനുള്ള വണ്ടി ഓടിച്ച് നോക്കി. അപ്പോൾ അതാണെങ്കിൽ ടർബോ ചാർജർ ഇൻ്റർകൂളർ അങ്ങനത്തെ സെറ്റപ്പുള്ള ഒരു എഞ്ചിനാണ്. അത് ഓടിച്ചു നോക്കി. പക്ഷേ വലിയ കുറച്ച് കുറവാണ്. പക്ഷേ സ്ട്രോങ് സെയിം തന്നെ. ബോഡി വെയ്റ്റ് കൂടുതലാണ്. അപ്പോൾ അതിനനുസരിച്ച് വലിയ കുറവാണ്. അത് 90 bhp ആണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അടുത്തത് ഓടിച്ചു നോക്കിയത് പിന്നെ പെട്രോൾ വണ്ടി ഒരെണ്ണം ഓടിച്ചു നോക്കിയത്. അത് ഈ അത്യാവശ്യം നല്ല ഹെവിയാണ്. പക്ഷെ മൈലേജ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി വരുന്ന കാരണം കൊണ്ട് നമ്മൾ പെട്രോൾ പരമാവധി ഒഴിവാക്കിയതാണ്. ഇന്ന് കേരളത്തിലാകെ 2-3 ഉള്ളൂ. അപ്പോൾ അതും ഒരു വേറൊരു കാര്യമാണ്, റയറാണ്. പിന്നെ അത് കാരണം കൊണ്ട് അത്യാവശ്യം പ്രൈസും പറയുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ 3 ലിറ്റർ ഓടിച്ച് നോക്കുന്നത്. 3 ലിറ്റർ അത്യാവശ്യം കുഴപ്പമില്ല. ഈ ബാക്കി 2 വണ്ടി ഓടിച്ച് നോക്കിയേക്കാളും കുറച്ചുകൂടി കംഫർട്ടബിളാണ്. പിന്നെ മോഡൽ കൂടുതലാണ്. പിന്നെ ഇതേ റേറ്റിന് ഇപ്പം ഞാൻ എടുത്ത റേറ്റിന് റിലീവ് ചെയ്യുന്നില്ല. ഞാൻ ഇതേ റേറ്റിന് 2.2 ഒരു ഡൈക്കൂർ പോയി കണ്ടിരുന്നു. അപ്പോൾ 2012 അത് പക്ക മോശമായിരുന്നു. അപ്പോൾ അതിന് കുറച്ച് പണികളുണ്ട്. അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഞാൻ അത് എടുക്കാണ്ട് ഇതെടുത്തു. പിന്നെ ഒരു ബ്ലാക്ക് വണ്ടിയോട് ഒരു ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് ബ്ലാക്ക് ചൂസ് ചെയ്തത്. ബാക്കിയുള്ള കളേഴ്സ് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. എന്നാലും ഞാൻ പറയുക. ഇനി ടാറ്റ എങ്ങനെ വളർന്നു എന്നുള്ള കഥയാണ് ഞാൻ പറയാൻ പോകട്ടെ. അപ്പോൾ 1986 ആദ്യമായിട്ട് ടാറ്റ ഒരു ബാഡ്ജോട് കൂടിയിട്ട് 407 പിക്കപ്പ് ഇറക്കണം. അത് അത്യാവശ്യം ബാക്കിയുള്ള പിക്കപ്പ് ആ സമയത്തുള്ളേക്കാളും
കയറി വരാൻ കാരണം 4x4 ആയിരുന്നു. വണ്ടി കൂടുതലും ഏത് കുന്നും മലയും കയറി പോകാനുള്ള ഒരു അത്യാവശ്യം വലിയൊരു വണ്ടിയായിരുന്നു. അത് ബാക്കിയുള്ള പിക്കപ്പായിട്ട് താരതമ്യം ചെയ്യാനോ ബാക്കിയുള്ള വണ്ടികളായിട്ട് ഹെവി വണ്ടികളായിട്ട് താരതമ്യം ചെയ്യാനോ ഒന്നും പറ്റാത്ത രീതിയിൽ അന്ന് അടിപൊളി വണ്ടിയായിരുന്നു. അതിനുശേഷം 1988 206, 207 ഒക്കെ ഇറങ്ങിയത്. ആ സമയത്ത് തന്നെയാണ് 409 ഇറങ്ങിയത്. അപ്പോൾ അത് 6 വീലായിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ ചെറുവണ്ടി പിക്കപ്പ് സ്മോൾ വെഹിക്കിളായിട്ട് കാറ്റഗറി ചെയ്തിട്ടാണ് അങ്ങനത്തെ ഒരു വണ്ടി ആ സമയത്ത് ഇറങ്ങുന്നത് 1988. അപ്പോൾ അത് ടർബോ ചാർജർ ഇൻ്റർകൂളറായിരുന്നു അത് ചെറുവണ്ടിയിലേക്ക് വരുമ്പോൾ. അപ്പോൾ അതിൻ്റേതായ ഒരു വ്യത്യാസങ്ങളും കാര്യങ്ങളും പെർഫോമൻസിലും ബാക്കി എല്ലാത്തിലും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് 1991 ടാറ്റ സെയർ ഇറങ്ങുന്നത്. അതൊരു SUV കാറ്റഗറിയിൽ ഒരു 2 ഡോറ്. അത് ഇപ്പോഴും ഫാൻസ് കുറേ പേരുണ്ട്. 2 ഡോറ് വണ്ടിയാണ്. പിന്നെ ബാക്കിൽ വലിയൊരു ഗ്ലാസ്, അത് കാണാനും നല്ല ഭംഗിയാണ്. ഇപ്പോൾ അത്യാവശ്യം റയറാണ് വണ്ടി, നല്ലൊരു വണ്ടിയാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ ആ ഒരു കാറ്റഗറിയിൽ കൊണ്ടു കിടക്കുന്ന കുറേ വണ്ടി ഭ്രാന്തന്മാരുണ്ട്. നമുക്ക് ഇതിപ്പോൾ എന്തെങ്കിലും കിട്ടുന്ന സമയത്ത് നമ്മൾ പറഞ്ഞുകൊണ്ട് എടുക്കും. നല്ലൊരു വണ്ടി കിട്ടാൻ പാടാണ് ഒന്നാമത്, പിന്നെ ഉള്ളവർ കൊടുക്കുന്നുമില്ല. അപ്പോൾ ആ ഒരു കാറ്റഗറിയിലുള്ള ടാറ്റ സെയറുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു 2 കൊല്ലം കഴിഞ്ഞിട്ടാണ് MUV സെഗ്മെൻറ്റിൽ എസ്റ്റേറ്റ് ഇറങ്ങുന്നത്, ടാറ്റ എസ്റ്റേറ്റ്. അത് കുറേ സീറ്റിംഗ് കപ്പാസിറ്റിയും കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം അന്നത്തെ കാലത്ത് പിടിച്ചു നിന്നിരുന്ന ഒരു വണ്ടി, പിടിച്ച് കുലുക്കിയ വണ്ടി തന്നെയാണ്. അതേ ഇയറിൽ തന്നെയാണ് സുമോ ഇറങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ സെയിൽസ് ഭയങ്കര ഹൈ ആയിരുന്നു. ഈ സുമോൻ്റെ സെയിൽസ് അത്യാവശ്യം ആൾക്കാർ എല്ലാവരും ആ ഒരു കാറ്റഗറിയിലുള്ള വണ്ടികൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സുമോ കുറച്ചുകൂടി നല്ലതായിട്ട് പോലീസും അങ്ങനെയുള്ള കുറേ കാറ്റഗറിയിലും അതേപോലെ മിലിറ്ററിയിലൊക്കെ അങ്ങനെ കുറേ കാറ്റഗറിയിലേക്കൊക്കെ വണ്ടികൾ കുറേ പോയിരുന്നു. അപ്പോൾ അതിൻ്റെ സെയിൽസ് ഭയങ്കര ഇൻക്രീസ് ആയതിന് ശേഷമാണ് 1998 നമ്മുടെ ടാറ്റ സഫാരി TCI-SL എന്ന് പറഞ്ഞൊരു കാറ്റഗറി, ടർബോ ചാർജർ ഇൻ്റർകൂളർ എന്ന് പറഞ്ഞ ഒരു 2 ലിറ്റർ അഡ്വാൻസ്ഡ് ടെക്നോളജിയൊക്കെ ആയിട്ട് വണ്ടി ഇറക്കി. പവർ സ്റ്റിയറിങ്, അതേപോലെ തന്നെ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക് എന്ന AC, ഈ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അന്ന് വണ്ടി ഇറങ്ങിയത്. അപ്പോൾ അന്ന് അത്യാവശ്യം കുഴപ്പമുണ്ടായിരുന്നില്ല, വണ്ടി നല്ല വണ്ടിയായിരുന്നു. പക്ഷേ അതിൽ ആകെ 95 bhp ഉള്ളൂ, അല്ല 90 bhp ഉള്ളൂ. 90 bhp പവറേ ഉള്ളൂ. 180 Nm ടോർക്കും 90 bhp പവർ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരു പവർ ഒരു ഡിലേ മാത്രം ആണ് അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. ബോഡിയും ബാക്കി എല്ലാ കാര്യങ്ങളും പക്കയായിരുന്നു. അപ്പോൾ അവർ തന്നെ പിന്നീട് പെട്രോൾ വേർഷനും കൂടി ഇറക്കി. 2003 അങ്ങോട്ടാണ് പെട്രോൾ വേർഷൻ ഇറക്കിയത്. ആ പെട്രോൾ വേർഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ലിറ്ററാണ്, 135 bhp, 195 Nm ടോർക്കത്തിലാണ് നമ്മൾ ഇറക്കിയത്. വണ്ടി മാരകയറ്റമാണ്. അത് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോഴത്തെ പെട്രോൾ വണ്ടി വെച്ച് കണക്ക് കൂട്ടരുത്. അത്യാവശ്യം നല്ല പവറിലുള്ള വണ്ടിയാണ്. മൈലേജ് 7-5 ഉള്ളൂ. അപ്പോൾ മൈലേജിൻ്റെ കാറ്റഗറി നമ്മൾ പറയാൻ പാടില്ല, എന്നാലും ഞാൻ പറയുക. അപ്പോൾ ആ ഒരു കാറ്റഗറിയിൽ പെട്രോൾ വണ്ടി ഇറക്കിയായിരുന്നു. അതിപ്പോഴും കുറേ പേര് ഡൽഹിയിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഓടിച്ച് നടക്കുന്നുണ്ട്, കേരളത്തിൽ ഓടിച്ച് നടക്കുന്നുണ്ട്. റയർ പീസാണ്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ജനറേഷനാണ് സെക്കൻഡ് ജനറേഷനായിട്ട് നമ്മൾ കാണുന്നത്. സെക്കൻഡ് ജനറേഷനിലാണ് 3 ലിറ്റർ ഇറങ്ങുന്നത്. 116 bhp 300 Nm ടോർക്കിൽ ഒരു 3 ലിറ്റർ നമ്മുടെ 407 സെയിം എഞ്ചിൻ, അത് ഡൈക്കോർ മോഡലാക്കിയതിന് ശേഷം ഇറക്കിയതാണ്. ഡയറക്റ്റ് ഇഞ്ചക്ഷൻ കോമൺ റെയിലാണ് വണ്ടി ഇറങ്ങിയത്. അത് പവർ വിൻഡോ, AC, റൂഫ് AC, അത് 5 സ്പീഡ് ഗിയർ ബോക്സ്, പവർ സ്റ്റിയറിങ്. അതേപോലെ തന്നെ ഇതിൻ്റെ ഇടയിൽ മുമ്പത്തെ വേർഷനിൽ അവസാനം ഒരു ലിമിറ്റഡ് എഡിഷൻ ഇറങ്ങിയിരുന്നു. അതിൽ പ്ലേ സ്റ്റേഷനും ഫ്രിഡ്ജൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കാറ്റഗറിയിലാണ് ഈ വണ്ടി ഇറങ്ങിയത്. അതിൽ 4x4 കാര്യങ്ങളൊക്കെ ഇറങ്ങിയിരുന്നു, പല വേരിയൻറ്റിൽ ഇറങ്ങിയിരുന്നു. 14 കളറിൽ വണ്ടി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ 3 ലിറ്റർ വന്നു. 3 ലിറ്റർ വന്നപ്പോൾ അത്യാവശ്യം ഹിറ്റായിരുന്നു. ഇതേ സമയത്ത് തന്നെയാണ് സ്കോർപ്പിയോൻ്റെ വണ്ടി ഇറങ്ങുന്നത്, ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ സ്കോർപ്പിയോ ആയിട്ട് ഇത് പിടിച്ച് നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് പാടായിരുന്നു സത്യം പറഞ്ഞാൽ. അന്ന് സ്കോർപ്പിയോയ്ക്ക് റേറ്റ് കുറവായിരുന്നു, സഫാരിക്ക് റേറ്റ് കൂടുതലായിരുന്നു. അപ്പോൾ കുറച്ചൊന്ന് ഡൗൺ ആയ സമയത്താണ് സഫാരി എന്ത് ചെയ്തത്, സ്കോർപ്പിയോ വേർഷൻസ് ഇങ്ങനെ കുറേ വരുന്നുണ്ട് സ്കോർപ്പിയോൻ്റെ.
അപ്പോൾ സഫാരി എന്ത് ചെയ്തു, അടുത്തൊരു കാറ്റഗറി 2.2 ലിറ്ററിൽ 2007 അത്യാവശ്യം 140 bhp പവറിൽ 320 Nm ടോർക്കിൽ ഒരു വണ്ടി ഇറക്കി. അത് കാണാനൊക്കെ സെയിം തന്നെയാണ്, കുറേ ചെറിയ ചെറിയ മാറ്റങ്ങളുള്ളൂ. അതായത് 3 ലിറ്ററും 2.2 ആയിട്ട് ചെറിയ ചെറിയ മാറ്റങ്ങളായിട്ട് ബോഡിയിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് വണ്ടി ഇറക്കിയത്. അതിൽ VX എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്യാമറ വരുന്നുണ്ട്. അതേപോലെ തന്നെ സെൻട്രലൈസ് ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വണ്ടി ഇറങ്ങിയത്. എയർ ബാഗും വരുന്നുണ്ട്. അപ്പോൾ ആ VX എന്ന് പറഞ്ഞ ഓപ്ഷൻ അത്യാവശ്യം പ്രൈസ് ഉണ്ട്. ആ പ്രൈസ് വെച്ച് കണക്ക് കൂട്ടുമ്പോൾ സ്കോർപ്പിയോ എടുക്കും എല്ലാവരും. ആ റീസൺ കാരണം കൊണ്ടാണ് ടാറ്റ ശരിക്കും ഡൗൺ ആവാൻ കാരണം എന്നാണ് എനിക്ക് തോന്നുന്നത് റീസൺ. അല്ലെങ്കിൽ ഇത് കയറി വരേണ്ടതാണ്. അത് കഴിഞ്ഞ് 2012 കൂടിയിട്ട് സ്ട്രോം ഇറങ്ങുന്നു. 150 bhp പവർ, 3200 Nm ടോർക്ക്. അതിൽ LX, EX, VX എന്ന് പറഞ്ഞാൽ 3 ഓപ്ഷനിൽ വണ്ടി ഇറങ്ങുന്നു. അതും അക്രം തന്നെയാണ് വണ്ടി ഒന്നും പറയാനില്ല, സൂപ്പറാണ്. അത് കഴിഞ്ഞിട്ട് സ്ട്രോമിൻ്റെ വെരിക്കോർ എന്ന് പറഞ്ഞാൽ 400 എന്ന് പറഞ്ഞൊരു അപ്ഡേഷൻ വേർഷൻ ഇറങ്ങിയിട്ടുണ്ട്. അത് 156 bhp ആണ്. അത് 64 ലിറ്റർ ടാങ്ക് കപ്പാസിറ്റി, അതേപോലെ തന്നെ പവറും കാര്യങ്ങളൊക്കെയുള്ള അത്യാവശ്യം 12-13 മൈലേജൊക്കെ ഉള്ള ഒരു വണ്ടി ഇറങ്ങി. അപ്പോൾ ഇതുവരെയാണ് 2019 വരെയാണ് ഈ ശരിക്ക് സഫാരി എന്ന് പറയുന്ന ഒരു വികാരത്തിൻ്റെ ഒരു കാര്യം. ഇതിൽ സ്ട്രോം എന്ന് പറയുന്നത് സ്റ്റെപ്പിന് ബാക്കിലേക്ക് ആക്കി, ബാക്കിൽ നിന്ന് താഴേക്ക് ആക്കി. അത് മാത്രമാണ് മാറ്റമുള്ളൂ. ഇപ്പോഴും മിക്ക ആൾക്കാരും സ്റ്റെപ്പിനെ എടുത്ത് ബാക്ക് ഡോറിൽ വെക്കുന്ന ആൾക്കാരുണ്ട്, ഒരു കാണാനൊരു ലുക്കിന് വേണ്ടിയിട്ട്. സ്ട്രോമും അത്യാവശ്യം നല്ല വണ്ടി തന്നെയാണ് കേട്ടോ. സ്ട്രോം ഞാൻ കുറ്റം പറയുമല്ല. അപ്പം അതിൽ 2.2 ലിറ്റർ വന്നതിന് ശേഷം നമുക്ക് ടൈമിങ്ങിൻ്റെ പ്രശ്നങ്ങൾ വന്നു തുടങ്ങി. ടൈമിംഗ് ബെൽറ്റ് നമ്മൾ കറക്റ്റായിട്ട് മാറിയില്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം പണി വരും എന്നുള്ള രീതി. പിന്നെ സർവീസ് സെൻറ്ററിൻ്റെ കുറച്ച് മോശം ആയ കാര്യങ്ങളും സർവീസ് ചെയ്യാൻ അറിയാത്ത ആൾക്കാരും അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ വന്നതോട് കൂടിയിട്ടാണ് ഈ വണ്ടിയൊക്കെ കുറച്ചൊന്ന് ഡിമാൻഡ് കുറച്ച് കുറഞ്ഞു തുടങ്ങിയത്. എന്നാലും ഇത് പലത് ഇറക്കാൻ പറ്റുന്ന ആൾക്കാർ ഇപ്പോഴും കൊണ്ടു കിടക്കുന്നുണ്ട്. ഇതിൻ്റെ വില അറിയുന്ന ആൾക്കാർ ആരും കൊടുക്കൂല. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോഴും ആൾക്കാർ ഇത് കൊണ്ടു നടക്കുന്ന ഒരു വികാരത്തിൻ്റെ പുറത്താണ്, മനസ്സിലായോ? അപ്പോൾ എനിക്ക് ഈ ആൾക്കാരോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഏത് വണ്ടി ഇഷ്ടമാണോ ആ വണ്ടി പണിത് കൊണ്ടു കിടക്കുക.